കാര്യമില്ല. സ്വന്തം കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവര്, അത് പ്രത്യേകിച്ച് അടുത്തടുത്തുള്ള 2 കുടുംബക്കാരെ വീടാണെങ്കിൽ അവർ എപ്പോഴും പിണക്കത്തിൽ തന്നെ, അവർക്ക് നേരം ഉണ്ടാവാറില്ല. ഇനി വേറെ ഏതും ഒരാൾ വീടാണ് തൊട്ടടുത്തുള്ളതെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലങ്ങളിൽ യോജിപ്പിൽ ജീവിക്കും. ഇവിടെ അനുജന്റെ വീടാണ്, തൊട്ടപ്പുറത്ത് ജ്യേഷ്ഠന്റെ വീടാ, അത് എളാപ്പാന്റെ വീടാ, അവിടെ മൂത്താപ്പന്റെ വീടാ. ഇവിടുത്തെ കോയി അവിടെ പോകാൻ പാടില്ല, അവിടുത്തെ കോയി ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടുത്തെ കുട്ടി അങ്ങോട്ട് പോകരുത്, അവിടുത്തെ കുട്ടി ഇങ്ങോട്ട് വരരുത്. അവന്റെ നിഴല് കണ്ടാൽ പോയിട്ട് ഇവൻ കുളിച്ചിട്ട് വരുന്നതാണ്. ഇവന്റെ അനുജന്റെയാ. ഇവന്റെ അനുജന്റെ നിഴൽ ഇവന്റെ മേലെ തട്ടിയാൽ ഇവൻ ബാത്റൂമിലേക്ക് കുളിച്ചിട്ടാ വരുന്നത്. അത്രക്കും കുശുംബ മനസ്സിൽ. എന്നിട്ട് ഉംറക്ക് പോയിട്ട് അല്ലാണ്ട് പഠിച്ചവനെ കഅബാശരീഫ് പഠിച്ചവനെ സ്വർഗം തരണേ അള്ളാഹു പറയും, പോയി പണ്ടാക്ക് അനുജനോട് ശരിയായിട്ട് വാ, പോയിട്ട് അനുജനോട് ശരിയായിട്ട് വാ, നിന്റെ ജ്യേഷ്ഠനോട് ശരിയായി വാ, നിന്റെ കുടുംബക്കാരെ സന്തോഷിപ്പിച്ചിട്ട് വാ. എന്നിട്ട് ചോദിക്കുമ്പോൾ കഅബന്റെ കില്ല പിടിച്ചിട്ട് സ്വർഗം ഞാൻ തരാം, ഞാൻ തരാം. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞുവല്ലോ, സ്വഹാബാ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ആളെ കാണണോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ പറയുന്ന ബല ഒന്ന് കാണിച്ചു തരൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകര് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാധുവായ മനുഷ്യനെ കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹാദാ ഹാദാ അഹ്ലുൽ ജന്ന. ആ കാണുന്ന മനുഷ്യനാ, ആ പോകുന്ന മനുഷ്യനാണ് സ്വർഗത്തിന്റെ ആള്. ഒരാളെ കാണിച്ചിട്ട് റസൂലുള്ളാഹി അത് അയാൾ സ്വർഗത്തിന്റെ ആളാണ്. സ്വാദികൾക്കൊക്കെ പഠിച്ചോനെ എന്തിപ്പോ ഇത്ര വലിയ അമല്. 2ാമത്തെ ദിവസം റസൂൽ ചോദിച്ചു, സ്വർഗത്തിന്റെ ആളെ കാണണോ? കാണാൻ നബി. അതാ അല്ല പോയി കണ്ടില്ലേ, നോക്കുമ്പോ അതേ ആളാ, ഇന്നലെ കാണിച്ച അതേ മനുഷ്യൻ. 3ാം ദിവസം റസൂൽ ചോദിച്ചു, സ്വർഗത്തിന്റെ ആളെ കാണണോ? അതേ കാണണം. അപ്പൊ അതാ പോയത് അയാളാണ്, അതും അതേ ആളെയാണ്. 3 ദിവസം റസൂൽ പറഞ്ഞത് ഒരേ ആളെ കുറിച്ചിട്ടാണ്. ഇത് പറഞ്ഞപ്പോ കൂട്ടത്തിലൊരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എനിക്കൊന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമലുകളെ കുറിച്ച് പരിശോധിക്കാനുള്ള സമ്മതം തരണം നബിയെ. റസൂൽ പറഞ്ഞു, പോയിക്കോ. ഈ സ്വഹാബി പോയിട്ട് ആ സുഹൃത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ എന്റെ കുടുംബക്കാരോട് ചെറിയൊരു പിണക്കത്തിൽ വന്നതാ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയിക്കൂടാ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ വീട്ടിൽ തങ്ങിക്കോട്ടെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ തങ്ങിക്കോട്ടെ. ഈ സ്വഹാബി പറഞ്ഞു, എന്താ കുഴപ്പം, ഇന്ന് മാത്രം എന്താ, എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ തങ്ങാം, സ്വാഗതം കയറി വരും. അങ്ങനെ 2 സ്വഹാബികളും അന്ന് ആ വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനുള്ള സജ്ജീകരണമൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹം ഇവിടെ കിടന്നു. ആ മനുഷ്യൻ അകത്ത് പോയിട്ട് കിടക്കുക. പക്ഷെ ഈ സ്വഹാബി ഉറങ്ങുന്നില്ല. കാരണം ഉറങ്ങാൻ വന്നതല്ല, നോക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ. നമ്മൾ ചില സ്ഥലത്തിൽ വാച്ച്മാൻമാരെ വെക്കും, എന്തിനാ, കാക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ വാച്ച്മാൻ നല്ല കൂർക്ക വലിച്ചിട്ട് ഉറങ്ങും. കട്ടോണ്ട് പോയതിന്റെ ശേഷം മൂപ്പർ അറിയുന്നത്. പിന്നെന്തിനാ വാച്ച്മാൻ? മൂപ്പർ ഉറങ്ങാമെന്ന ആളല്ല. മൂപ്പർ മെല്ലെ എഴുന്നേറ്റ് ഇടക്കിടക്ക് കിടക്കും. അയാൾ നോക്കുന്നത് മനസ്സിലാകുമ്പോ അവിടെ കിടന്ന പോലെ ആക്കും. പിന്നെ മെല്ലെ എഴുന്നേറ്റ് നോക്കും. അപ്പൊ നോക്കുമ്പോ അയാൾ നല്ല ഉറക്കത്തിലാണ്. ഒരു ഇബാദത്ത് ചെയ്ത് മൂപ്പർ കാണുന്നില്ല. സുന്ദരമായി ഉറങ്ങി സാധാരണ എഴുന്നേൽക്കുന്ന പോലെ സുബഹിന്റെ ഒരൽപ്പം മുമ്പേ എഴുന്നേൽക്കുന്നുള്ളൂ. അധികമായ ഇബാദത്തൊന്നും കാണുന്നില്ല. അധികമായ ഇബാദത്തൊന്നും ഈ സ്വഹാബി കാണുന്നില്ല. അതുപോലെ 3 ദിവസം നീണ്ടു. 3 ദിവസം കഴിഞ്ഞപ്പോ സ്വഹാബി ചോദിക്കുകയാ, യാ അഖീ, എന്റെ സഹോദര, അങ്ങയെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കാനാ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ഞാൻ എന്റെ കുടുംബക്കാരോട് പിണങ്ങിയവനല്ല, ഞാൻ എന്റെ കുടുംബക്കാരോട് ദ്വേഷപ്പെട്ട് വന്നതല്ല. നിങ്ങൾ അമലൊന്ന് നോക്കാനാ ഞാൻ വന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിന്റെ ആളാണെന്ന. പക്ഷേ ഞാൻ നോക്കുമ്പോ നിങ്ങൾക്ക് വലിയ വരമരെന്ന് ഞാൻ കാണുന്നില്ല. പറയുന്നത് അൽ ഫത്താനൂന ബില്ലാ ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നതായ ആളുകൾ ഖബറിൽ എഴുന്നേറ്റ് വരുന്നത് കുരങ്ങിന്റെ കോലത്തിലാണ് സ്വഹാബ. 2ാമത്തെ വിഭാഗമാരാ? 2ാമത്തവർ സൂറത്തിൽ അവർ പന്നിന്റെ കോലത്തിലാണ് ഖബറിൽ പുറത്തേക്ക് വരുന്നത്. ഖബറിൽ പൊങ്ങി വരുന്നത് പന്നിയുടെ കോലത്തിലാ. അവരാരാണെന്നറിയോ?
അവരെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, സമ്മാഊനൽ കലിബി അക്കാലൂനൽ സുഹത്ത്, ഹറാമ് തിന്നവരാ, അർഹതപ്പെട്ടതല്ലാത്തത് തിന്നവരാണ്, കള്ളു കുടിച്ചവരാ, പന്നിമാംസ തിന്നവരാ, പലിശയുടെ സ്വത്ത് തിന്നവരാ, അന്യന്റെ സമ്പത്ത് പറിച്ചെടുത്തവരാ. അവനിക്ക് അർഹതപ്പെടാത്തത് പള്ളയിലേക്ക് കടത്തിയവനാ. നാളെ ഖിയാമത്ത് നാളില് അവന്റെ ഖബറിൽ നിന്ന് പന്നിയുടെ കോലത്തിൽ വരുന്നത് നമ്മുടെ പള്ളയിലേക്ക് കടക്കുന്ന ഓരോ ഭക്ഷണം അത് ഹലാലിന്റെ ഭക്ഷണമാകണം കേട്ടോ. ഹറാമ് കടന്നു പോകരുത്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു നാടല്ലേ ചെറുവത്തൂര്. ആ ചെറുവത്തൂരിലെ തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പഴയ കാലത്ത് മുദർരിസായി ജോലി ചെയ്ത മനുഷ്യനാ മഹാനായ റഈസുൽ മുഹഖഖീൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു തആല മർകന. ബഹുമാനപ്പെട്ടവർ ചെറുവത്തൂർ തുരുത്തിയില് മുദർരിസായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തില് അന്ന് ഓരോ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുകൊടുക്കാറുള്ളത്. ഒരു ദിവസം അവിടെയുള്ള ഒരാളെ വിളിച്ചു ചോദിക്കുകയാ, എവിടെയാ ഇന്ന് ഭക്ഷണമുള്ളത്? ആ ഭക്ഷണത്തിന്റെ വീട്ടുകാരനെ വിളിച്ചു വരുത്തൂ. അങ്ങനെ ആ ദിവസം നോക്കുമ്പോ ആ നാട്ടിലെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമുള്ളത്. സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഉസ്താദിനെന്ന് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത്. സെക്രട്ടറി ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കുകയാ, ഉസ്താദേ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? എന്റെ വീട്ടിൽ നിന്നാണ് ഉസ്താദിനെന്ന് ഭക്ഷണമുള്ളത്. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ആ നാട്ടിലെ സെക്രട്ടറിയോട് ചോദിക്കുകയാ, അല്ലയോ സഹോദരാ, നിങ്ങൾ ഇന്നത്തെ എന്റെ ഭക്ഷണത്തിന് ഇറച്ചിക്കറിയാ കൊടുത്തേച്ചിരിക്കുന്നത്. ആ ഇറച്ചി നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയിട്ട് വാങ്ങുമ്പോ ആ ഇറച്ചിക്കടക്കാരനേക്ക്, ആ ഇറച്ചി കച്ചവടക്കാരനേക്ക് എല്ല് അടക്കമുള്ള പൈസയാണോ കൊടുത്തത്? അതല്ല വെറും മാംസത്തിന്റെ പൈസ കൊടുത്തിട്ട് അയാൾക്ക് നിങ്ങൾ എല്ല് ഇട്ട് തന്നതാണോ? ചോദ്യ ഞാൻ ഇന്ന് കറിയിൽ നോക്കുമ്പോ കുറെ എല്ല് കാണുന്നുണ്ടല്ലോ. നിങ്ങള് വെറും മാംസം ചോദിച്ചിട്ട് ആ മാംസത്തിന് പൈസ കൊടുത്തപ്പോ ആ കടക്കാരൻ നിങ്ങളെ പറ്റിച്ചിട്ട് എല്ലെടുത്ത് ഇട്ട് തന്നതാണോ, അല്ല എല്ലുള്ള മാംസത്തിന് എന്നെയാണോ നിങ്ങൾ പൈസ കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ പറഞ്ഞതാണ്, കുറച്ച് എല്ല് കൂടി ഇരുന്നോട്ടെ, അതിന്റെ പൈസക്കാ കൊടുത്തത്. കണ്ണിയത്ത് ഉസ്താദ് പറയുന്നത്, സഹോദരാ, ഒരു പക്ഷേ നീ ഇറച്ചിക്ക് പറഞ്ഞിട്ട് നീ മാംസം വാങ്ങാൻ വേണ്ടി മാംസത്തിന്റെ പണം കൊടുത്തിട്ട് ആ കടക്കാരൻ നിന്നെ പറ്റിച്ചിട്ട് മാംസത്തിന്റെ കൂടെ എല്ലിട്ട് തന്നാ നിങ്ങൾക്കുള്ള അയാൾക്കുള്ള വിൽപ്പനയും നിങ്ങൾക്കുള്ള വാങ്ങലും സ്വഹിയാവില്ല. ഇസ്ലാമിന്റെ നിയമപ്രകാരം അത് സ്വഹിയല്ല. സ്വഹിയല്ലാത്ത ഇറച്ചി നിങ്ങൾ കൊണ്ടുവന്ന അത് ഹറാമില്ല സാധനമാ, അത് ഹറാമില്ല ഇറച്ചിയാ. ആ ഹറാമിന്റെ മാംസമിന്റെ പള്ളയിലേക്ക് ഞാൻ കടത്താൻ പാടില്ല. ഇതാണ് സൂക്ഷ്മത കേട്ടോ. ഈ പള്ളയിലേക്ക് ഒരു ചെറിയ അണുവ് തൂക്കം ഹറാമ് കടക്കാൻ പാടില്ല. ആര് നോക്കിയതൊക്കെ? ആ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ച് മരണപ്പെട്ടു പോയതായിരിക്കുന്ന നാടായി കേരളം. അറിയോ, സൂക്ഷ്മതയുടെ പര്യായമായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് ഒരു തെറ്റു ചെയ്തില്ല. മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഉസ്താദിനെ വാലിനെ കൊണ്ടുപോയിട്ട് നാട്ടുകാരെ പറഞ്ഞു, ഉസ്താദെ മഴയില്ല, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണം. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്നത് അരക്കൂല, 2 ദിവസത്തെ വേണ്ട, ഞാൻ നാളെ ദ്വാരക്കാം. പക്ഷേ ഒരു പണിയുണ്ട്, നിങ്ങൾ നാളെ വരുമ്പോ, ഞാൻ അവസാനിപ്പിക്കട്ടോ, നിങ്ങൾ നാളെ വരുമ്പോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെല്ലാം കൊണ്ടുവരണം. നായ പള്ളി വേണ്ട, കുറുമത്തുള്ള ജീവികൾ, പൂച്ച, അതുപോലെ തന്നെ പശു, എരുമ, ആട്, മൂരി, പോത്ത് എല്ലാം കൊണ്ടുവരണം. നിങ്ങൾ നാളെ വരുമ്പോ കൂട്ടിയിട്ട് വരണം. അതും കൂടെ ഇങ്ങോട്ട് ഇവിടെ. അങ്ങനെ പിറ്റേ ദിവസം മമ്പാട്ടുകാർ മുഴുവനും അവർക്കുള്ള മൃഗങ്ങളുമായിട്ട് പോയി ഉസ്താദിനെ വാലിനിക്ക്. അങ്ങനെ വാലൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് വാല് നിർത്താനാകുമ്പോ തലേ ദിവസം പറഞ്ഞാൽ ഓടിപ്പോയിട്ട് ഉസ്താദെ, അപ്പൊ മയക്ക് ദ്വാരക്കാൻ പറഞ്ഞത് ഇന്നലെ, ഓഹോ ശരിയാ, നിങ്ങൾ മൃഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഉസ്താദെ. എവിടെയാ? അതാ വളപ്പിൽ കെട്ടിയിട്ട്, ആ വളപ്പ് നിറയെ മൃഗങ്ങളാണ്. ഓർക്കണം, നിങ്ങൾ
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിൽ നിന്നിറങ്ങി നേരാ വളപ്പിലേക്ക് പോയിട്ട് ആ മൃഗങ്ങളെ നടുവിൽ നിന്നിട്ട് അല്ലാഹുവിനോട് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുകയാ. പടച്ചവനെ, നിനക്ക് അറിയാമല്ലോ റബ്ബേ, ഇന്ന് വരെ ഈ കാണുന്ന ഞാനാകുന്ന അഹമ്മദും ഈ കാണുന്ന മൃഗങ്ങളും ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. നിനക്കറിയാലോ റബ്ബേ ആ കാര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ നൽകണേ അല്ലാഹ്. നമുക്ക് ധൈര്യമുണ്ടെന്ന് പറയാം. മൃഗങ്ങളെ നടുവിൽ നിന്നിട്ട് കണ്ണിയത്ത് പറയാ, പടച്ചവനെ, ഈ കാണുന്ന മൃഗങ്ങളും ഈ അഹമ്മദും ഇന്ന് വരെ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പോയ സ്വർഗത്തിലേക്ക് പോകാനാ നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. പള്ള ഓപ്പറേഷൻ ആക്കിയാൽ ഫുള്ള് ഹറാമായിരിക്കും. ഇതിനകത്ത് കേറ്റും നമ്മൾ ആരെ ചിന്തിച്ചോ? കിട്ടുന്നങ്ങനെ കേറ്റും. ഇത് പറ്റിയതാണോ, ഹറാമാണോ, ഹലാലാണോ? സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോ. അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഭക്ഷണങ്ങള്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് പള്ളയിലേക്ക് കയറ്റിയവരെ അവർ ഖിയാമത്ത് നാളിൽ വരുന്നത്, അവർ ഖബറിൽ എഴുന്നേൽക്കുന്നത് പന്നിയുടെ കോലത്തിലാണ് കേട്ടോ. മദ്യം കഴിക്കുന്നവര്, പള്ള നിറയെ കള്ള് നടക്കുന്നവര്, പള്ള നിറയെ ഹറാമിന്റെ ഭക്ഷണം കഴിക്കുന്നവര് ലോകത്തിൽ നിന്നൊക്കെയാ നടക്കുന്നത്. പാകിസ്ഥാനുകാര് നടത്തിയിരുന്നൊരു ഹോട്ടലാണ് ഇന്ന് UAE പിടിക്കപ്പെട്ടത്. അവിടെ കൊടുക്കുന്ന ഷവർമയില് അവർ ഉപയോഗിച്ചിരുന്നത് പട്ടിയുടെ മാംസമല്ലേ. എത്ര ആൾ തിന്നിട്ടുണ്ടാവും, എത്ര ആൾക്ക് പാർട്ടിയിൽ കൊടുത്തിട്ടുണ്ടാവും അവര് ഷവർമ. പട്ടിയുടെ ഇറച്ചിയുടേതാണ് അല്ലേ, അടിച്ച് കയറ്റി തിന്നല്ലേ കോഴി മാംസങ്ങള്. ഇത് മുഴുവൻ അറുത്ത കോഴിയുടേതാണോ, അതല്ല ചത്ത് കിടന്ന കോഴിയുടെ മാംസം കൂടി ഇതിൽ മിക്സഡ് ഉണ്ടാകുമോ? നമ്മൾ ആരാ ചിന്തിക്കുന്നത്? നമ്മൾ ആരാ ഇത് നോക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ല കച്ചവടക്കാരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലാഹനെ പേടിക്കണം കേട്ടോ. ശവത്തെ മനുഷ്യന്മാർക്ക് തിന്നിക്കാൻ പാടില്ല. ശവത്തെ തിന്നാ കൊടുക്കല്ല മുസ്ലിമേ. നിന്റെ കോഴിക്കടയിലേക്ക് പോയി നോക്കുമ്പോ ഒരു കോഴി ചത്ത് കിടക്കുന്നുണ്ട്. ഒരു അമുസ്ലിമായ സഹോദരനാ വന്നിട്ട് കോഴി ചോദിച്ചത്, അമുസ്ലിം അല്ലേ, അവർ അറക്കാറില്ലല്ലോ, ഈ ചത്ത കോഴി കൊടുത്തുകൂടെ? കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരു അമുസ്ലിമിന്റെ പോലും നജിസ് തിന്നിക്കൽ ഹറാമല്ലേ, നജിസ് തീറ്റിക്കാൽ ഹറാമാ. സഹോദര, നല്ലവണ്ണം ചിന്തിക്കണേ. നമ്മുടെ പള്ളിയിലേക്ക് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തു കടത്താൻ പാടില്ല. അത്യാരികള് ആ ജാതിയിലുള്ള ഹറാമായ ഭക്ഷണങ്ങൾ തന്നെ പള്ളിയിലേക്ക് കയറ്റവർ കുരങ്ങ പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത്. മൂന്നാമത്തെ വിഭാഗത്തെ റസൂലുള്ള പറയുന്നത് മൂന്നാമത്തെ വിഭാഗക്കാര് അവർ കണ്ണുകാഴ്ചയില്ലാത്ത ആളുകളാ. കണ്ണുകാഴ്ചയില്ലാതെ തപ്പി തടഞ്ഞുകൊണ്ട് അവർ ഖബറിൽ നിന്ന് വരുന്നത്. ആൾക്കാരാരാ? വഹുമുല്ലദീന യതജാവസൂന ഫിൽ ഹുക്മി. ജഡ്ജ്മെന്റില് ഒരു കാര്യത്തിൽ ജഡ്ജ്മെന്റ് നൽകുമ്പോ, തീരുമാനം പറയുമ്പോ ആ തീരുമാനത്തിൽ അക്രമം കാണിച്ചവരാ, നീതിയില്ലാതെ തീരുമാനിച്ചവരാ ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ പറയുകയാ, വറാബിയോ, നാലാമത്തെ വിഭാഗമാരാ, യശ്റൂന സുമ്മൗ വബുക്മാ. നാലാമത്തെ വിഭാഗം ചെവിട് കേൾവിയില്ലാതെ, നാവിന്റെ സംസാര ശേഷിയില്ലാതെയാ അവര് വരുന്നത്. ആൾക്കാർ ആരെന്നറിയോ? അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭംഗീസം പറഞ്ഞവരാ, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പവർ പറഞ്ഞവരാ. ലോകമാന്യക്കാര് ഒരു 1000 രൂപ നീന്ന് കൊടുത്താൽ എടുത്തു പറയും, അതാക്കി ഞാനാണ്, ഇതാക്കി ഞാനാണ്, മറ്റേതിൻ്റെതാണ്, ഈ കൊടുത്ത ഞാനാണ്, ഈ പള്ളിന്റെ കാർപ്പറ്റിൻ്റെതാ, മറ്റേതിൻ്റെതാ, ഇങ്ങനെ പറയും. ഞാൻ അങ്ങനാക്കി, ഞാൻ ഇങ്ങനാക്കി, മറ്റേതാക്കി, അങ്ങനെയൊക്കെ ആക്കി. രാഷ്ട്രീയക്കാർ പറഞ്ഞോട്ടെ, കാരണം അത് പറഞ്ഞാൽ അവർക്ക് വോട്ടിട്ടുള്ളൂ. നമ്മെന്തിനാരാണ് പറഞ്ഞത്? നമുക്കാരെ വോട്ടിട്ടാണല്ലോ. അവർക്കുള്ളതായിരിക്കുന്ന ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞാലേ അവർ ജനങ്ങൾ അംഗീകരിക്കുള്ളൂ. അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പവർ പറയാ.
ആ ആൾക്കാർ നാവിന്റെ ശേഷിയില്ലാതെ ചെവിട് കേൾവിയില്ലാതെയാ നാളെ ഖബറിൽ എഴുന്നേറ്റ് വരുന്നത്. അഞ്ചാമത്തെ വിഭാഗം യശ്റൂൽ, ആ വിഭാഗത്തെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് അവർക്കുള്ളതായിരിക്കുന്ന വായിൽ നിന്ന് വളരെ ദുർഗന്ധമുള്ള ചലം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതോ, വളരെ ദുർഗന്ധമുള്ള ചലം ഇങ്ങനെ ഒലിച്ചുകൊണ്ട് വരും ഖബറിന്ന്. അവരുടെ നാവ് വായുടെ പുറത്തിങ്ങനെ വേണ്ടി ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ടാവുന്ന അങ്ങനെ ഒരു വിഭാഗം. അതാരാന്നറിയോ? ഞാൻ പേടിക്കേണ്ട ആളായിരുന്നു. ഇതാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഖബറിൽ എഴുന്നേറ്റ് വരുമ്പോ അവർക്കുള്ള നാവ് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ട് വായിൽ നിന്ന് ദുർഗന്ധമുള്ള ചലം വലിച്ചുകൊണ്ട് വരുന്നവര് അൽ ഉലമാഉല്ലദീന തഖാലഫു അഖ്വാലുഹും അഫ്ആലഹും. അവർ ഒരു കൂട്ട പണ്ഡിതന്മാരാ, ഒരു കൂട്ട ആലിമീങ്ങളാ. എങ്ങനെയുള്ളവരാണെന്നറിയോ? അവർക്കുള്ള വാക്കുവന്ന പ്രവൃത്തി മറ്റൊന്നാണ്. പറയുന്നതല്ല ചെയ്യുന്നത്, ചെയ്യുന്നതല്ല പറയുന്നത്. ശ്രദ്ധിക്കണം, മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ ആർക്കും കഴിയും, പക്ഷെ ചെയ്യുന്നതേ പറയാവൂ. നന്നായിട്ട് വാല് പറഞ്ഞു കൊടുക്കും, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കില്ല. അവർക്കുള്ള വാക്കിനോട് നേരെ എതിരാണ് അവർക്കുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കഥയായി ഗതികേട് പടച്ചവൻ നമ്മളെല്ലാവരെയും കാത്തു സലാമത്തിലാക്കട്ടെ. ആറാമത്തെ വിഭാഗം അല്ലാഹു റസൂൽ പറയുന്നത് യുശ്റൂന വഅലാ അജ്സാദിഹിം ഖുറൂഹും മിനന്നാർ. ആറാമത്തെ വിഭാഗമോ അവർക്കുള്ള ശരീരത്തിൽ മുഴുവനും തീയാനുള്ള പൊക്കിളങ്ങളാണ്, തീയാനുള്ള മുറിവുകളാണ്, പാടുകളാ. ആ കൂട്ടക്കാരാരാണെന്നറിയോ? അല്ലാഹു റസൂൽ തന്നെ പഠിപ്പിക്കുന്നു, അവർ കള്ളസാക്ഷി പറഞ്ഞവരാ, കള്ളസാക്ഷി പറയുന്നവരാ. 5000 വാങ്ങിയിട്ട് 25,000 വാങ്ങിയിട്ട് പോകട്ടെ 50,000 വാങ്ങിയിട്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് പറയാ സാക്ഷി നിന്നവനാ. ഉള്ള ഒരു കാര്യത്തെ ഇല്ല എന്ന് പറയാ സാക്ഷി നിന്നവനാ. തെറ്റിന് സാക്ഷി നിന്നവൻ അല്ലേ? ഒരാൾ കട്ടിട്ടുണ്ട്, ഓനാ കട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കട്ടവും പോയിട്ട് ഒരാളെ പറയുന്നത് 50,000 നീ സാക്ഷി പറയണ്ടോ കോടതിയിൽ. ഇവൻ പറയുന്നത് സാറേ ഓന്റെ ഉമ്മാന്റെ പള്ളെന്ന് വന്ന മുതൽ ഇന്നുവരെ ഉറുപ്പ് കക്കാത്തൊരു പാവപ്പെട്ടവനായത്. മഹാകള്ളനെ കുറിച്ചിട്ടായി പറയുന്നത്. അത് ഇത്ര ഇട്ടിയാ മതി, അത് കള്ളനെ നല്ലവനാക്കാം, നല്ലവനെ കള്ളനാക്കാം, എന്ത് വേണമെങ്കിലാക്കാം. കള്ളസാക്ഷ്യം പറയുന്നവര്, കള്ളസാക്ഷ്യം പറയുന്നവര് നാളെ ആഖിറത്തിൽ വരുന്നത് ആ രൂപത്തിലാണ്. ശരീരത്തിൽ മുഴുവനും നരകത്തിന്റെ തീ കൊണ്ടുള്ളതായിരിക്കുന്ന മുറിവുകളും പൊക്കളങ്ങളുമായിട്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അസാബിയോ ഏഴാമത്തെ വിഭാഗം യുശ്റൂൽ വഖദാമുഹും അലാ ജിബാഹും വഖൂദാ വഖൂദത്തും മിൻ അവാസിഹിം വഹും അശദ്ദു നത്നം മിനൽ ജീദ്. ഏഴാമത്തെ വിഭാഗമോ അവർക്കുള്ള പാദങ്ങൾ ചുരുട്ടിയിട്ട് അവർക്കുള്ളതായിരിക്കുന്ന നെറുവൻ തലയിൽ അല്ലാഹു തആല കെട്ടിയിട്ടുണ്ട്. ശവത്തിന്റെ വാസനയേക്കാൾ മോശമായ വാസനയാണ് ആ കൂട്ടർക്കുള്ളത്. അവരാരെന്നറിയോ? അല്ലാഹു റസൂൽ പറഞ്ഞു തരുന്നത് വഹുമല്ലദീന യത്തബിഊന ശഹവാതി വല്ലല്ലാത്തി വൽഹറാം. തടീച്ചക്ക് ഭയപ്പെട്ട് ജീവിച്ചവരാ, ഹറാമ് ചെയ്ത് ജീവിച്ചവരാ, തടീച്ചക്കനുസരിച്ചിട്ട് ഹറാമായ സുഖം സുഖിച്ചവരാ, തടി പറഞ്ഞതുപോലെ കേട്ടവരാ. ശരീരമല്ലേ നമ്മളോട് പഠിപ്പിക്കുന്നത്? യൂസുഫ് നബി പോലെ പറഞ്ഞിട്ടില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവത്തെ, യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയുടെ പ്രശ്നം വന്നപ്പോ അസീസ് രാജാവിനോട് യൂസുഫ് നബി പോലെ പറഞ്ഞിട്ടുണ്ട്, വമാ ഉബർരിഉ നഫ്സി, എന്റെ ശരീരത്ത് ഞാൻ നല്ലവനെന്ന് പറയുന്നില്ല, എന്റെ ശരീരത്ത് ഞാൻ നല്ലവനെന്ന് പറയുന്നില്ല. കാരണം എന്തേ? ഇന്നൻ നഫ്സ അമ്മാറത്തും ബിസ്സൂ, ശരീരമെന്ന് പറയുന്നത് വല്ലാത്ത മോശമായ കാര്യങ്ങളെ കൽപ്പിക്കുന്നതാ. നീ കള്ളു കുടിക്കടാ എന്ന് പറഞ്ഞത് നിന്റെ തടിച്ചയാണ് മോനെ. നീ കഞ്ചാവ് സേവിക്കടാ എന്ന് പറഞ്ഞത് നിന്റെ ദേഹേച്ഛയാണ് ചെറുപ്പക്കാരെ.
ചെറിയ ചെറിയ കുട്ടികളെ പോലും സുബ്ഹാനല്ലാഹ് എന്ന ലഹരിയുടെ അടിമകളല്ലേ. സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ നാവിലേക്ക് ലഹരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ സ്പ്രേകൾ പോലും ഇന്ന് വിപണിയിൽ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തെ കിറാമിനോട് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തെ ഖിയാമത്ത് നാളെ വരുമ്പോ ഒരു കൂട്ടം ആളുവരെ സ്വഹാബ, അവർ കള്ളു കുടിക്കുന്നവരാ, അവർ മദ്യപാനികളാ, അവർ ലഹരി ഉപയോഗിക്കുന്നവരാ. പക്ഷേ അവർ ലഹരിയുടെ പേരല്ലാത്ത വേറെ പേരുകൾ വെച്ചിട്ടാണ് കള്ളു കുടിക്കുന്നത്. ഉപയോഗിക്കുന്നത് മദ്യാണ്, ഉപയോഗിക്കുന്നത് ലഹരിയാണ്, പക്ഷേ പേര് വേറെ വെക്കും, പേര് വേറെയാ അല്ലേ. എനർജി വെള്ളം, അതില്ലെങ്കിൽ സ്പ്രേകളാണ്. എന്തൊക്കെ പേരാ, സ്ട്രോബെറിയുടെ, ആപ്പിളിന്റെ, ഓറഞ്ചിയുടെ, മാംഗോയുടെ പേര് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വാഴകളിലേക്ക് ലഹരി എത്തിക്കാൻ വേണ്ടി ഈ ദുനിയാവ് ഉൾപ്പെടുമ്പോ മോമിനിങ്ങളെ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, തോന്നിയത് പോലെ ജീവിച്ചവരാ, ഹറാം അവർക്ക് പ്രശ്നമല്ല. തടി എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിച്ച് ജീവിച്ചവരാ. അടുത്ത വിഭാഗം ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 8ാമത്തെ വിഭാഗം, യുഹ്ശറൂന കസുകാറാ യസ്കുതൂന യമീനൻ വശിമാലാ. മസ്താന്മാരെ പോലെ, ലഹരിയുള്ളവരെ പോലെ ഖബറിൽ അവർ എഴുന്നേൽക്കുകയാ. ഇടത്തോട്ട് വലത്തോട്ട് വീണുകൊണ്ട് ഒരു വട്ടം ഇടത്തോട്ട് വീഴുകയാ, മറ്റൊരു വട്ടം വലത്തോട്ട് വീഴുകയാ. വീണുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് അവർ ഖബറിൽ നിന്ന് പുറത്തു വരുന്നത്. ആ കൂട്ടക്കാരെ ആരെന്നറിയോ? റസൂലുള്ള പറയുന്നു, വഹുമല്ലദീന യംനഊന ഹഖല്ലാഹ്. സകാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ട് സകാത്ത് കൊടുക്കാത്തവരാ. സക്കാത്ത് കൊടുക്കൽ എനിക്ക് വാജിബുണ്ട്, എന്നിട്ട് സക്കാത്ത് കൊടുക്കൂല. അള്ളാന്റെ ഹക്കല്ല ഒളിപ്പിച്ചെക്കുന്ന ആള്, അള്ളാഹുവിന്റെ ഹക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചവൻ ഖബറിൽ എഴുന്നേൽക്കുന്ന കോലമാണിത്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത്. 9ാമത്തെ വിഭാഗം ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുഹ്ശറൂന വഅലൈഹിം സറാബീലും മിൻ ഖതിറാൻ. ഖതിറാൻ എന്ന് പറയുന്നത് നരകത്തിന്റെ ഒരു മുൾച്ചെടിയാണ് കേട്ടോ. നരകത്തിൽ വളരുന്ന ഒരു മുള്ളുചെടിയാ. ആ മുള്ളുള്ളതായിരിക്കുന്ന ഖതിറാൻ എന്ന് പറയുന്ന വസ്ത്രത്തിൽ നിന്നുള്ള ഫാന്റാണ് സറാബീല, അഥവാ അടിവസ്ത്രമാണ് അവനിക്ക് ധരിപ്പിച്ചിരിക്കുന്നത്. ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവൻ കടന്നു വരുന്നത്. ഖത്റാൻ എന്നുള്ളതായിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് ആ കൂട്ടക്കാരാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, വഹുമല്ലദീന ലാ യതഹാശൂന മിൻ ഗീബത്തി. പരദൂഷണ പറയുന്നതിൽ നിന്ന് മാറി നിൽക്കാത്തവരെ. വായ തുറന്നാൽ പരദൂഷണ. രാവിലെ പോയിട്ട് ഇരുന്നിട്ട് മറ്റോണ്ട് ഇവന്റെ അവന്റെയും ഇങ്ങനെ ഗീബത്ത് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാ. മലയാളത്തിൽ പറഞ്ഞാൽ സറാബി എന്ന് പറഞ്ഞാൽ ഷഡ്ഡിയാണ്. നരകത്തിന്റെ മുള്ളുള്ളതായിരിക്കുന്ന ഒരുതരം പ്രത്യേകമായ വളരെ മോശമായിരിക്കുന്ന ഒരു ഡ്രസ്സാണ് ഖത്റാന്. അത് ഇടിച്ചിട്ട് അല്ലാഹു തആല കൊണ്ടുവന്ന ഖബറിൽ തന്നെ. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ. ഗീബത്തിൽ നിന്ന് പിന്മാറാത്തവന് 10ാമത്തെ വിഭാഗമാര്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുഹ്ശറൂന ഖാരിജത അൽസിനതു മിൻ അഖഫാഇഹിം. ഒരു വിഭാഗം ആളുകൾ അവർക്കുള്ളതായ നാവിനെ, അവർക്കുള്ള പെരടിയിലൂടെ അല്ലാഹു തആല പുറത്തേക്ക് വലിച്ചെടുത്തിട്ടാണ് ഖബറിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആ വിഭാഗം ആരെന്നറിയോ? റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, വഹുമല്ലദീൻ വഹും അസ്ഹാബുൽ നമീമാ. അവർ ഏഷണിക്കാരാ, അവർ ഏഷണി പറയുന്നവരാ. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടത് പോയിട്ട് അപ്പുറത്ത് പറഞ്ഞു കൊടുക്കാം. എന്തിനാ? ഇവർ രണ്ടാൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിട്ട്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കേട്ടത് പോയിട്ട് അപ്പുറത്ത് പോയി പറയുന്നതാണ് നമീമത്ത് എന്ന് പറയുന്നത്. നല്ല വിചാരത്തോടെ പറഞ്ഞാൽ അത് നമീമത്തല്ല, കുഴപ്പം ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് നമീമത്ത് വരുന്നത്. അങ്ങനെയുള്ള നമീമത്തുകാരന്റെ ഖബർ ശിക്ഷയാണ് റസൂൽ പരിചയപ്പെടുത്തിയത്. റസൂൽ പറഞ്ഞിട്ടില്ല, ഏഷണിക്കാർ സ്വർഗത്തിൽ കിടക്കൂല എന്ന്.
ഖബറിന്ന് വരുന്ന എങ്ങനെയാ? സ്വർഗ്ഗം അവർക്ക് ഹറാമാ. എവിടുന്ന് നിങ്ങൾ കേട്ടാൽ അത് പോയിട്ട് അപ്പുറത്ത് അങ്ങനെ വിളമ്പി കൊടുക്കുന്നത് എന്തിനാ? ഇവർ രണ്ടാൾ അടിയായിക്കോട്ടെ. അവിടെ കളവ് പറയൽ പോലെ ഹലാലല്ലേ? രണ്ട് തെറ്റുകാരാ, അയാൾ തമ്മിൽ ശരിയില്ല. അപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടോ, മുഹമ്മദും അബ്ദുറഹ്മാൻ തമ്മിൽ തെറ്റാ. അപ്പൊ മുഹമ്മദ് നമ്മളോട് മുഹമ്മദ് സംസാരിക്കുന്ന ആരെ കുറിച്ചാ? അബ്ദുറഹ്മാനെ കുറിച്ചിട്ടാ. കുറെ പറഞ്ഞു നമ്മളോട്, അങ്ങനെയാണ്, മറിച്ചതാണ് ഇവിടെ മോനെ. ഇതൊക്കെ അപ്പുറത്ത് ആര് കാണാം? അബ്ദുറഹ്മാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അബ്ദുറഹ്മാൻ എനിക്ക് തോന്നി എന്തോ എന്നെ കുറിച്ച് തന്നെയാ സംസാരിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് പോയപ്പോ അബ്ദുറഹ്മാൻ നമ്മളേക്ക് വരും. എന്താണോ പറഞ്ഞത്? എന്നെ കുറിച്ച് നോ പറഞ്ഞ. അപ്പൊ കളവ് പറയണമെന്നാണ്. കളവ് പറയൽ ഇവിടെ അനുവദനീയമാണ്. അനുവദനീയമല്ല, പറഞ്ഞേ പറ്റൂ കളവ്. എന്തേ? അവർ രണ്ടാളെ തമ്മിൽ ഇണക്കാൻ വേണ്ടിട്ട് പറയാം, നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമല്ല അയാൾ പറയുന്നത്, നീ വലിയ തെറ്റെന്ന് പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് മോശമായ ഒറ്റൊരു വിഷയം മുഹമ്മദ് പറഞ്ഞിട്ടില്ല. അപ്പൊ അബ്ദുറഹ്മാന് തോന്നുന്നു അങ്ങനെ നേരെ അല്ലാണോ നീന്ന്? അല്ലാണോ? അത്ര വേണ്ട, നമുക്ക് വേറെ സംഗതി എങ്ങനെയാ? അല്ലാണോ കേട്ടോ, അത് വേണ്ട. സത്യമോനെ, നിന്നെ കുറിച്ച് നല്ലതയോ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ഒരു കളവ് പറയാം. എന്തിന്? രണ്ടാളെ നന്നാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചിലപ്പോ ഏതെങ്കിലും സമയത്ത് മുഹമ്മദിനെ കണ്ടപ്പോ അബ്ദുറഹ്മാൻ അസ്സലാമു അലൈക്കും പറഞ്ഞു പോകും. ഇപ്പത്തെ അബ്ദുറഹ്മാൻ പറയില്ല കേട്ടോ, പണ്ടത്തെ കഥ പറഞ്ഞത്. ഇപ്പൊ റബ്ബെ നിസ്കാരത്തിലേക്ക് ഒരിടത്ത് പോതാണോ, എന്താ ഇതിന്റെ തെറ്റുകാരാ ഇറക്കൂല, ഇതിങ്ങനെ മുട്ടിപ്പോണ്ടവനെന്ന് വെച്ചിട്ട്. പെരുന്നാക്ക് പോലെ കൈ കൊടുക്കാത്ത വിഭാഗമുണ്ട്. എല്ലാവരും പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഒരു കൈ കൊടുക്കലില്ലേ? ഒരു മുസാഫയത്ത് ഉസ്താദിനെ കെട്ടിപ്പൂടിച്ചിട്ട് കമീസൊക്കെ കീറി എന്നിട്ട് എളാക്ക കൈ കൊടുത്തില്ല. അപ്പുറത്തൊന്ന് ജ്യേഷ്ഠൻ ഉണ്ടായി, ഏതായിട്ട് പെരുന്നാളല്ലടാ ബാടാ ചുടുക്കണ്ടോ, മരിച്ചാൽ മയ്യത്തോട് നോക്കാൻ പാടില്ല കേട്ടോ. ഇപ്പൊ നിന്നെ മയ്യത്തോട്ട് എന്താകാൻ? നിന്നെ മയ്യത്തോട്ട് സ്വർഗത്തിൽ പോകാനുണ്ടോ? ഇതൊക്കെ മനുഷ്യന് കൊടുക്കൂല. കൈയും ബാഗിൽ കെട്ടിട്ടാ പോകുന്നത്. ഉസ്താദ് പറഞ്ഞത് പെരുന്നാൾക്ക് ഉസ്താദ് പറയുന്നില്ലേ, ആര് തമ്മിൽ തെറ്റിക്കരുത്, എല്ലാവരും പെരുന്നാൾ നിസ്കാരിച്ച് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും പരസ്പരം കൈ കൊടുത്ത് മുസാഫത്ത് ചെയ്തിട്ട് പോകണം. വൈലാർച്ച നിങ്ങൾക്ക് പെരുന്നാൾ പണം തരുന്നില്ലേ? തരുന്നുണ്ട്, മേങ്ങിട്ട് നൊടിയാണ്ട് പോയിക്കോ, നമ്മളെ നന്നാകാൻ നിങ്ങൾ വരണ്ട. ഇതാണ് തിരിച്ചു മറുപടി. പറയുന്നില്ലാന്നേ ഉള്ളൂ, മനസ്സ് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ സ്വർഗത്തിലേക്ക് പോവാ? ചിന്തിക്കുമോ നിങ്ങളെ? ഗൗരവത്തിൽ മനസ്സിലാക്ക്. പരസ്പരം കുഴപ്പമുണ്ടാക്കുക. അവിടെ കളവ് പറയണട്ടോ. അതേപോലെ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഉദാഹരണം ഒരാൾ പോലീസ് അല്ലെങ്കിൽ ഒരു ആക്രമിക്കാൻ ഒരാൾ അടിക്കാൻ വേണ്ടി ഓടിച്ചോണ്ട് വന്ന്, അല്ലെങ്കിൽ പോലീസ് ഓടിച്ചോണ്ട് വരിക, ആളൊരു പാവാ, പോലീസ് അങ്ങനെ നമ്മളെ വീട്ടിൽ പോയിട്ട് ഓടിച്ചിരുന്നു. പോലീസ് വന്നു, മമ്മദ് വന്നേ ഇതിനെ, മമ്മദ് രണ്ടെങ്കില് ഇങ്ങോട്ട് വന്നിട്ടില്ലപ്പാ, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല, സംഗതി കളവാ. അങ്ങനെ പറയണം. അകത്തില്ലേ ഇല്ല എന്നല്ല പറയേണ്ടത്. എന്നോട് ചോദിച്ചല്ലോ അകത്തുണ്ടോ? അപ്പൊ പോലീസിന് മനസ്സിലായില്ലേ അകത്തുണ്ട്. അതാ പണ്ടത്തെ ആൾക്കാർക്ക് പറഞ്ഞത്. ഉപ്പ കോഴിക്കോട്ടിൽ പറഞ്ഞു, അതിന്റെ ഉപ്പ പോലീസ് എന്ന് പറഞ്ഞതാണ്. പോലീസ് വരുന്നുണ്ട് മോനെ, ഞാൻ കോഴിക്കോട്ടിനകത്തുണ്ടാവും, നീ പോലീസോട് പറഞ്ഞേക്കല്ല. ഞാൻ പറയൂല ഉപ്പ പറഞ്ഞു. പോലീസ് പറഞ്ഞു, എവിടാ ഉപ്പ? കോഴിക്കോട്ടിലില്ലേ ഇല്ല, കോഴിക്കോട്ടിൽ ഉപ്പില്ലേ ഇല്ല. പോലീസിന് മനസ്സിലായി ഉപ്പ കോഴിക്കോട്ടിലുണ്ട്. കളവ് പറയണം. അവിടെ 3 സ്ഥലത്ത് ആ കളവ് അനുവദനീയം. ഒന്ന് ഇവിടെയാ, രണ്ടാളെ നന്നാക്കാൻ വേണ്ടിട്ട്, പിന്നെ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്, പിന്നെ ഭാര്യമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് കളവ് പറയാം. ഭാര്യമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കളവ് വിടാം. ഇപ്പൊ വിശദീകരിക്കുന്ന കാരണം പെണ്ണുങ്ങളുണ്ട് അവിടെ. പിന്നെ നിങ്ങൾ പറഞ്ഞതല്ലേ കളവ് എന്ന് വിചാരിക്കുള്ളവര്. അങ്ങനെ ഉണ്ടല്ല. അത് ഇന്നലെ ഉസ്താദ് പറയും, ഇത് കളവന്നെ, ഇത് കളവന്നെ എന്ന് പറയുള്ളൂ. സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കളവ് വിടാം. അത് നമുക്ക് ആണുങ്ങൾ മാത്രമല്ല. അപ്പൊ പറയാം ഇൻഷാ അല്ലാഹ്. നമിമത്ത് പറയരുത്. എന്തെങ്കിലും കേട്ടാൽ ഒരു കളവാണെങ്കിൽ പോലും നല്ലതേ പറയാൻ പാടുള്ളൂ, കുഴപ്പമുണ്ടാക്കിക്കാൻ പാടില്ല, തമ്മിൽ രണ്ടാൾ തെറ്റിപ്പിക്കാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. 11ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നത്. 11ാമത്തെ വിഭാഗമാരാ? ആ കൂട്ടർ ഖബറിൽ എഴുന്നേറ്റ് വരുന്നത്. 11ാമത്തെ വിഭാഗം യുശ്റൂന സുഖാറ, അവരും ഒരു മസ്താന്മാരായിട്ട് വരുന്നവരാ. വഹുമല്ലദീന കാനൂ യതഹദ്ദസൂന ഫിൽ മസാ അല്ലാഹുവിന്റെ പള്ളികളില് ദുന്യവിയായ സംസാരിച്ചവരാ ഖബറിൽ നിന്ന് മസ്താന്മാരായി എഴുന്നേറ്റ് വരുന്നത്. 12ാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് യുശ്റൂന ഫീ സൂറത്തിൽ ഖനാസീരി, മറ്റൊരു വിഭാഗം ഒരു പന്നികളുടെ രൂപത്തിലാണ് അവരും വരുന്നത്. ആ രൂപത്തിൽ വരുന്ന ആളുകൾ ആരാ? റസൂലുള്ള പറയുന്നത് വഹുമല്ലദീന ആകിലുർ റിബാ,
പലിശ തിന്നവരാണ് കേട്ടോ. പലിശയുടെ ഭക്ഷണം ഭക്ഷിച്ചവരാ, പലിശയുടെ സമ്പത്ത് തിന്നവരാ 12ാമത്തെ വിഭാഗമായി ഖബറിൽ നിന്ന് വരുന്നത്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ ദുനിയായ സംസാരിക്കുന്നവര്, ഇതൊക്കെ ഇന്ന് ചെറിയ കാര്യങ്ങളായിട്ടാ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെറുതായി കാണുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നമ്മൾ വലുതായി കണ്ടവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 12 വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകല്ലേ. ഈ 12 ആളുകൾ പെട്ടുപോകാൻ പാടില്ല കേട്ടോ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ആ ഖബറിനടുത്ത് നിന്നിട്ട് നല്ല നിലക്ക് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന, ഓ നല്ല ശരീരങ്ങളെ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ ബേജാറാകല്ലേ. നിങ്ങൾക്ക് ഇവിടെ റെഡിയായി വെച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. സ്വർഗത്തിൽ ആഭരണങ്ങളാ, റസൂലുള്ളാഹിന്റെ കയ്യിലിരിപ്പുള്ള സ്വർഗത്തിൽ അലങ്കാര വസ്തുക്കളാ. അതുകൊണ്ട് കടന്നു വരൂ എന്ന മഹാന്മാരായ മലക്കുകൾ വന്നിട്ട് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെടാൻ ശ്രമിച്ചോ, ഹറാമുകളെ തൊട്ട് സൂക്ഷിച്ചോ മുഅ്മിനീങ്ങളെ. നാവ് കൊണ്ട് ഹറാമ പറയാതെ, ചെവിട് കൊണ്ട് ഹറാമ കേൾക്കാതെ, കണ്ണുകൊണ്ട് ഹറാമ കാണാതെ, കൈകൊണ്ട് ഹറാമ ചെയ്യാതെ, കാലുകൾ ഹറാമിലേക്ക് നടത്തിക്കാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. എന്നാൽ മാത്രമേ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ് നമുക്ക് സുഖമാവുകയുള്ളൂ. ഈ 12 വിഭാഗത്തിൽ ഒരൊറ്റ വിഭാഗത്തിൽ നമ്മൾ ആരെ പെട്ടുപോകല്ലേ. പ്രത്യേകമായി ഞാൻ ഓർത്തു പോകുന്ന റബ്ബേ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. നാളെ നീ ചോദിക്കുമല്ലോ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് ചെയ്യാത്തത് പറഞ്ഞു കൊടുത്തത്? പരാജയപ്പെട്ടു പോകാൻ പാടില്ല റബ്ബേ. നമ്മൾ പറയുന്നത് ചെയ്യാനുള്ള തൗഫീഖ് താ തമ്പുരാനെ. സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ ഷോർട്ട് ആക്കിയിട്ട് ഈ 12 വിശദീകരിച്ചാൽ 12 ദിവസം അയാൾ പറയാൻ കഴിയും. ഇനി നിങ്ങൾ എഴുതുന്നത് മോശമാണ്, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ നല്ല നിലക്ക് മനസ്സിന് ഒന്ന് അല്ലാഹുവിലേക്ക് അർപ്പിച്ചിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളൊന്ന് നന്നാക്കിയിട്ട്, അതല്ലേ ഈ വാങ്ങിലേക്ക് വിജയം. വെറുതെ കുറെ പൈസ ചെലവാക്കിയിട്ട് കുറെ പന്തലും കുറെ മൈക്കയും കുറെ ആളും വാളും കുറെ കസാലൊക്കെ ഉണ്ടിച്ചിട്ട് ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വേല വെക്കുന്നത്? എന്തെങ്കിലും ഒരു കോണം ഉണ്ടാകണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കണം, നിസ്കാരങ്ങൾ നന്നാക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹുവിനെ പേടിച്ചിട്ട് കഴിവിന്റെ പരമാവധി ഹറാമുകളിൽ നിന്ന് പിന്മാറി ജീവിക്കാൻ എന്റെ ശരീരത്തോട് ഞാൻ ഉപദേശിച്ചുകൊണ്ട്, എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഉണർത്തിക്കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.